ഹലോ. ഉച്ചക്കൃക്കാട്ടോ, ഭയങ്കര വെയിലാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറേ ദിവസമായി ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ട്, അപ്പം ഇതുവരെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇന്ന് ഞാൻ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും സാമ്പാർ ഉണ്ടാക്കാനൊക്കെ അറിയാം, എങ്കിലും പുതിയതായിട്ട് ന്യൂലി മാരീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വന്ന് ചീത്തയൊന്നും വിളിക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാകുന്ന നോക്കിയിട്ട് വരാം. ഓക്കെ, ടാറ്റാ. നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോയിലധികം, 1 കിലോയും കുറച്ചുകൂടെ കാണും, സാമ്പാർ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കഷ്ണം വേണമെങ്കിലും എടുക്കാം. പാവയ്ക്കയും ബീട്രൂട്ടും ഒഴികെ ഏത് കഷ്ണം വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഒന്ന് കട്ട് ചെയ്ത്, എല്ലാം ഒന്ന് ക്ലീനാക്കി കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് വേണ്ടത് പരിപ്പാണ്, സാമ്പാർ പരിപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കനം കുറഞ്ഞ പരിപ്പ് എടുക്കാം, പക്ഷേ ടേസ്റ്റ് ഈ പരിപ്പാണ് കേട്ടോ. ഈ പരിപ്പ് എടുത്തിട്ട് ഇത് 1 പിടി കാണും. ഈ 1 പിടി പരിപ്പ് ഞാൻ കഴുകി എടുത്തിട്ട് ഇതൊന്ന് കുക്കറിലിട്ട് വേവിക്കാൻ വെക്കാം. ഞാനൊരു കുക്കർ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകിയെടുത്ത പരിപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വേവട്ടെ. ഫുൾ തീയിലേക്ക് ഇട്ട് കൊടുത്തേക്ക്. ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട. തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ ആ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരാം. തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണേ. ഈ സമയത്ത് ഞാൻ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനൊരു സവാള കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സാമ്പാർ കഷ്ണം അരിഞ്ഞ് അതേപോലെ തന്നെ അരിഞ്ഞു കൊടുക്കണം കേട്ടോ, ആ ഷേപ്പിൽ തന്നെ. പിന്നെ ഞാനിവിടെ 3 പച്ചമുളക് നെടുകെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം എരിവ് അനുസരിച്ച് മാറ്റം ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മുളക് പൊടിയും കൂടെ ചേർക്കുന്ന ആയതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം ആക്കിയത്. ഇത് വലിയ എരിവില്ലാത്ത പച്ചമുളകായതുകൊണ്ടാണ് 3 എണ്ണം ഇട്ട് കൊടുക്കുന്നത്. ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ സാമ്പാറിന് മുകളിൽ വെള്ളം നിൽക്കണം, അതുപോലെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഫുൾ തീയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഒരു ഇത് വെച്ച് ഇടണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇനി ഇത് കഷ്ണം നന്നായിട്ട് കിടന്ന് തിളക്കട്ടെ. നമ്മുടെ സാമ്പാർ ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് സാമ്പാർ എടുത്ത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഈ അടുപ്പിൽ ക്യാമറ എടുക്കുന്നതുകൊണ്ടാണ്. അവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ സമയം നമുക്കൊരു പാൻ വയ്ക്കാം. നന്നായി ചൂടാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യം എടുക്കണം. അതിന് ആദ്യം വേണ്ടത് കായമാണ്. കായം ഞാനിവിടെ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ കായപ്പൊടി ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് കായ കട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ തന്നെ സാമ്പാറിന് യൂസ് ചെയ്യുന്നത് നല്ല കേട്ടോ. സൺഫ്ലവർ ഒന്നും യൂസ് ചെയ്യാതെ. സാമ്പാറൊക്കെ നമ്മുടെ നാടൻ കറിയല്ലേ, അപ്പം നന്നായിട്ട് നാടൻ ടേസ്റ്റിൽ വയ്ക്കുമ്പോഴാണ് അതിന് രുചി കൂടുന്നത്. കായക്കട്ട ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ ആക്കി എടുത്താലാണ് നമുക്കിനി ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ടത്. അപ്പം പൊടിച്ചെടുക്കുമ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കണം. ഇനി തീ സിമ്മിലേക്ക് ഇട്ടിട്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വഴറ്റിടണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ മുമ്പേ എടുത്ത് വെച്ചിരുന്ന ആ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു 6-7 വെളുത്തുള്ളി അല്ലി കൂടെ നടുവേ പൊളിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും തീ സിമ്മിലേക്ക് ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് മുമ്പ് എടുത്ത് വെച്ചിരുന്ന വെണ്ടയ്ക്കയും തക്കാളിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ സാമ്പാർ അപ്പുറത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. തീ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അടുത്ത നമുക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്ത ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൗഡറാണ്. സാമ്പാർ പൗഡർ 2.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പച്ചമണം പൂർണ്ണമായിട്ടും മാറണം കേട്ടോ. അവസാനമായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കുക. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ ഇരുന്ന് തന്നെ തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഞാനിപ്പം കുക്കറൊന്ന് അടച്ചു വെക്കുവാണ്. ഇനി ഈ കുക്കറൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിൽ അടുപ്പിക്കണം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ 2 വിസിൽ. വിസിൽ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിങ്ങനെ എടുത്ത് വിടുക കേട്ടോ. വിസിലിങ്ങനെ കളഞ്ഞു വിടുവാണ്. അതങ്ങനെ തനിയെ പോകാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട. ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2 ഉലുവ കൂടെ, ഒരു 8-10 ഉലുവയോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് കീറി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് കിടന്നൊന്ന് പൊട്ടട്ടെ. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ഒന്ന് തിളപ്പിക്കുക. ഇത് ചേർത്ത് കഴിഞ്ഞ് ഒന്ന് തിളയ്ക്കണം കേട്ടോ സാമ്പാർ. അപ്പോഴാണ് അതിലേക്ക് ആ കടുക് ഉലുവായൊക്കെ വഴന്നുള്ളത് ഇറങ്ങി വരികയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വാളംപുളി എടുത്ത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പക്ഷേ എനിക്ക് തക്കാളിയുടെ പുളിയാണ് ഇഷ്ടം, വാളംപുളി ചേർക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നല്ല പഴുത്ത വലിയൊരു തക്കാളിയല്ലേ ചേർത്തത്. അതുകൊണ്ട് പുളി എനിക്കത് മതി. ഇനി ഉപ്പ് നോക്കുക. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കണം. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവ് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മതി, എനിക്ക് കറക്റ്റ് പരുവായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല ഒരുപാട് അങ്ങ് കുറുകി അങ്ങ് വരുന്ന എനിക്കിഷ്ടമല്ല. ഈ ഒരു കൺസിസ്റ്റൻസി എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാനിത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. കുക്കർ ഒന്നിനി അടച്ചു വയ്ക്കും. ഒരു 15 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് 15 മിനിറ്റിന് ശേഷം മാത്രമേ ഞാനിനി സെർവ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്
വീഡിയോ ഇഷ്ടമായോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക.